പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഡോക്ടറോട് കള്ളം പറയരുത്. ഈ കഥ കേൾക്കൂ. കാട്ടുമൃഗങ്ങളുടെ ആശ്വാസ കേന്ദ്രമായിരുന്നു ജങ്കാർ ക്ലിനിക്. അവിടുത്തെ കൈപുണ്യമുള്ള ഡോക്ടർ ജങ്കാർ കടുവ ശക്തനും സൗമ്യനും കരുണയുള്ളവനുമായിരുന്നു. ഒരു ദിവസം ചിക്കുകുരങ്ങൻ വയറുവേദനയെടുത്ത് പുളഞ്ഞുകൊണ്ട് ആശുപത്രിയിലെത്തി. ഡോക്ടറേ, എൻ്റെ വയറുവേദനിക്കുന്നു. ചിക്കു പറഞ്ഞു. ഡോക്ടർ ജങ്കാർ സ്നേഹത്തോടെ ചോദിച്ചു, ചിക്കുവേ, നീ ഇന്ന് എന്തൊക്കെയാ തിന്നേ? ഞാൻ പഴങ്ങളും പോഷകം നിറഞ്ഞ പച്ചക്കറികളും മാത്രമാണ് കഴിച്ചത്. കാട്ടരുവിയിലെ തെളിഞ്ഞ വെള്ളവും കുടിച്ചു. അങ്ങനെയാണോ? എങ്കിലിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സത്യം പറയൂ. മടിച്ചു ചിക്കു പറഞ്ഞു. ഞാൻ പച്ചമാങ്ങ 4-5 എണ്ണവും കാട്ടുകിഴങ്ങുമാണ് കഴിച്ചത്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് കാര്യം. നീ കൃത്യമായി പറഞ്ഞതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. ഇനി മരുന്ന് കഴിച്ചാൽ വേഗം സുഖപ്പെടും. ചിക്കു മരുന്ന് കഴിച്ച് 2 ദിവസത്തിനകം സുഖം പ്രാപിച്ചു. അടുത്തതായി വന്നത് വനസുന്ദരി ഡിങ്കിരിമാനാണ്. ദേഹം മുഴുവനും ചൊറിഞ്ഞു തടിച്ച് അവശയായ ഡിങ്കിരിയോട് ഡോക്ടർ ചോദിച്ചു, എന്താണു പെണ്ണേ, നിനക്കെന്തു പറ്റി? ഇന്നു കുളിച്ചില്ലേ ഡിങ്കിരിയേ? ഞാൻ ഇന്ന് തെളിനീരരുവിയിൽ നല്ലവണ്ണം കുളിച്ചതാണ്. കള്ളം പറയരുത്. തൊലി കണ്ടാലറിയാം. വെള്ളം കണ്ടിട്ട് നാളേറെയായെന്ന്. വെറുതെ സുഗന്ധവസ്തുക്കൾ പൂശി നടക്കരുത്. ഞാൻ തരുന്ന സോപ്പ് ഉപയോഗിച്ച് തെളിവെള്ളത്തിൽ ശരിക്ക് തേച്ച് കുളിക്കണം. ദിവസവും കുളിക്കാൻ മറക്കരുത്. ഡിങ്കിരി നാണത്തോടെ തലകുലുക്കി. അടുത്ത ദിവസം ഡോക്ടറെ കണ്ട് നന്ദി പറയാനെത്തിയ ചിക്കു ഡോക്ടറെ കാണാനെത്തിയിരുന്ന മണിമാൻ, കുട്ടൻ മുയൽ, പാണ്ടൻ കരടി എന്നിവരോട് പറഞ്ഞു, നമ്മൾ രോഗം വന്നാൽ ഡോക്ടറോടെല്ലാം തുറന്നു പറയണം. അപ്പോൾ മാത്രമേ ശരിയായ ചികിത്സ കിട്ടൂ. അത് കേട്ട് ഡോക്ടറുടെ സഹായി ഡുംബൻ കരടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഡോക്ടറെ വിശ്വസിക്കുന്നത് പോലെ അദ്ദേഹം നിങ്ങളുടെ ആരോഗ്യം കാക്കാൻ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് രോഗത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഡോക്ടറിലുള്ള വിശ്വാസവും രോഗിയുടെ സത്യസന്ധതയും കൂടുമ്പോഴാണ് ചികിത്സ വിജയിക്കുന്നത്. അത് കേട്ട് ഡോക്ടർ പുഞ്ചിരിയോടെ തല കുലുക്കി.